وبركاته. عليكم السلام ورحمة الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. കേരള ഇസ്ലാം ക്ലാസ്സിലൂടെയും റേഡിയോ മുഖേനയും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കുട്ടികളെ, ഇതുവരെ നല്ല വഅദ് കേൾക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല KPM ദാരിമിക്ക് എല്ലാ ദിവസവും ഈ സമയത്ത് വന്നിട്ട് വഅദ് പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് പരിശുദ്ധ കലാമായ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യാനുള്ള പരിശീലനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഖ്റജുകളും ഓരോ ഹർഫുകൾ എങ്ങനെ പുറപ്പെടുവിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അതിനുശേഷം സിഫത്തുകളെ കുറിച്ച് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഷിദ്ദത്ത്, റഹാവത്ത്, അതിന്റെ ഇടയിലുള്ള ബൈനിയ, പിന്നെ ജഹ്ർ, ഹംസ്, പിന്നെ ഇസ്തിഅലാ, അതിന്റെ എതിര് ഇസ്തിഫാൽ, ഇത്ബാഖ്, ഇൻഫിതാഹ്, ഇങ്ങനെ ഉള്ളത് പറഞ്ഞു. ഇനി ഉള്ളത് സഫീർ, ഖൽഖല, തക്രീർ, തഫശി, അല്ലീൻ, അൽ ഇസ്തിതാല, അൽ ഗുന്ന, അൽ ഇൻഹിറാഫ്, ഇങ്ങനെയുള്ള 8 സിഫത്തുകളുണ്ട്. ആദ്യം പറഞ്ഞത് ഒരു സിഫത്ത് പറഞ്ഞാൽ അതിന്റെ നേരെ എതിരിൽ വേറെ സിഫത്ത് ഉണ്ടാവും. അങ്ങനത്തെയാണ് ഷിദ്ദത്ത്, അതിന്റെ എതിര് റഖാവത്ത്. ഇതിന് അങ്ങനെ എതിരൊന്നുമില്ല. സഫീർ എന്ന് പറഞ്ഞാൽ അതിന്റെ എതിര് വേറില്ല. സഫീർ എന്താണ്? സഫീർ എന്ന സിഫത്ത് ഇതിനൊക്കെയുള്ളതാണ് സീൻ, സ്വാദ്, സായ് അല്ലെങ്കിൽ സാ, അതിനുള്ളതാണ് ഈ സിഫത്ത്. എന്താണ് നമുക്കൊക്കെ അറിയാം. സഫീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പക്ഷിന്റെ ശബ്ദമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന്. അതേ സമയത്ത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാല് നാവിന്റെ തല അടിയിലെ മുൻപല്ലിന്റെ ഉള്ളിലുള്ള പരന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ അക്ഷരം ഇങ്ങനെ ഉച്ചരിക്കുമ്പോ അസ് എന്ന് പറയുമ്പോ ഈ നാവിന്റെ തല അടിയത്തെ മുൻപല്ലിന്റെ ഉള്ളിൽ തട്ടിച്ചിരിക്കണ്. ബാക്കിയുള്ള ഭാഗത്തിന്റെ മേലത്തെ മുൻപല്ലി അടിയത്തെ മുൻപല്ലിന്റെ അടുത്തേക്കിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു കുടുങ്ങിയ സ്ഥലത്ത് കൂടെ ഉള്ള ഒരു ഗ്യാപ്പ് കൂടെ ആദ്യം കൂടെ ഉള്ള കുടുങ്ങിയ സ്ഥലത്ത് കൂടെ ഒരു കാറ്റ് പോണ സമയത്ത് എന്താ ഉണ്ടാകുക? അപ്പൊ ഒരു പ്രത്യേക ശബ്ദക്കാരം. സൈക്കിളിന്റെ ട്യൂബ് കാറ്റ് വെച്ച് വിടുമ്പോ ഈ ശബ്ദം ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? വാൽ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ ചെറിയ കുടുങ്ങിയ സ്ഥലത്ത് കൂടെയാണ് കാറ്റ് പോണതുകൊണ്ട്. അപ്പൊ അത് അങ്ങനെ പറയുന്നത് അതാണ് സംഭവം. അതുപോലെ തന്നെ മൃഗങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ശബ്ദമാണെന്ന് അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും സംഭവം ഇതാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് ഈ നാവിന്റെ തല അടിയിലെ മുൻപല്ലിന്റെ ഉള്ളിലുള്ള ഭാഗത്ത് തെറ്റിച്ചിട്ട് പരന്ന ഭാഗത്ത് തെറ്റിച്ചിട്ട് ഈ ശബ്ദം ഈ അക്ഷരത്തെ ഉച്ചരിക്കുമ്പോ സ്വാദാവട്ടെ, സീനാവട്ടെ, സായ് ആവട്ടെ, അത് ഉച്ചരിക്കുന്ന സമയത്ത് എന്റെ കാലം ഈ മേലെ മുൻപല്ല് അടിയത്തെ മുൻപല്ലിന്റെ അടുത്തേക്കിട്ട് വന്നു നിൽക്കും. അതിന്റെ അവിടെ തന്നെ നാവിന്റെ തല അടിയത്തെ മുൻപല്ലിന്റെ ഉള്ളിൽ തട്ടിച്ചതിന്റെ ബാക്കി ഇങ്ങനെ അതിന്റെ ഇടയിൽ അവിടെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അവിടെ കൂടി ഒരു കുടുങ്ങിയ സ്ഥലമായിരിക്കും. കുടുങ്ങിയ സ്ഥലത്തിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ കാറ്റ് കൊണ്ട് പറഞ്ഞേക്കാണ്. അപ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്. ഏത്? പിന്നെ അവിടെ നമ്മൾ സീന് പറയുന്ന അതേ ലെവലിലായിരിക്കണം നമ്മുടെ ചുണ്ട്. സ്വാദ് പറയാൻ വേണ്ടിട്ട് സ്വാദ് ചുണ്ട് മുന്നേക്ക് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ട്. അത് മാറ്റിയെടുക്കണം. സീനും സ്വാദും പറയുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് സീന് പറയുമ്പോ നമ്മുടെ നാവിന്റെ കടഭാഗം ഇങ്ങനെ താഴ്ന്നു വെച്ചേക്കാലം. സ്വാദാവുമ്പോ പിന്നെ നാവിന്റെ കടഭാഗം പൊന്തും. മനസ്സിലായത്? അതാണ്
അങ്ങനെ പൊന്തൂല സീനിന്റെ മാതിരി ആയിരിക്കണം. ശരിക്കും പറഞ്ഞാല് സ്വാദ് ഉച്ചരിക്കുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല, ചുണ്ട് മുന്നിക്ക് കൂർപ്പിച്ചുകൊണ്ട് വരാൻ പാടില്ല. ഒന്നുകൂടി പറഞ്ഞാല് സ്വാദ് ഉച്ചരിക്കുമ്പോ ഒന്നിരിക്കലും നിങ്ങൾ കണ്ണാടിയിൽ നോക്കണം. കണ്ണാടിയിൽ നോക്കിയിട്ട് ഉച്ചരിക്കുമ്പോ ചുണ്ട് മുന്നിക്ക് വരണുണ്ടോ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ കണ്ണോണ്ട് തന്നെ നമ്മളെ ചുണ്ട് ഇങ്ങനെ വാവ് പറയുമ്പോ മുന്നിക്ക് വരുന്നുണ്ടാവുമല്ലോ, വാ എന്ന് പറയുമ്പോ. അല്ലെങ്കിൽ ഊ തൂ എന്നൊക്കെ പറയുമ്പോ മുന്നിക്ക് ചുണ്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു അവസ്ഥ, അങ്ങനത്തെ ചുണ്ട് മുന്നിക്ക് വരുന്ന മാതിരി ഈ സോ സോ സീ സോ സൂ എന്ന് പറയുമ്പോ ബൊമ്മാണ്ട് വരും. അല്ലെങ്കിൽ അതേസമയത്ത് സോ സീ എന്നൊന്നും പറയുമ്പോ ആ സ്വാദ് ഉച്ചരിക്കുമ്പോ ചുണ്ട് മുന്നിക്ക് കൂർപ്പിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതാണ് പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നുള്ളത് പൽക്കല, നമ്മൾ അതിനെ കുറിച്ച് ഇഷ്ടംപോലെ പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. പിന്നെ തെക്രീർ അത് റോയിന്റെ ഒരവസ്ഥയാണ്. അത് റോയിനുള്ള ഒരു അവസ്ഥയാണ് എന്ത് തെക്രീർ എന്ന് പറഞ്ഞ സംഭവം. അതായത് എന്താ വെച്ചാൽ ഈ റോ പറയുമ്പോ ചില കുട്ടികളെ പോകുമ്പോഴാണ് എന്നുള്ള ശബ്ദം വരും. ഈ സിഫത്ത് അതിന് ഉണ്ടാക്കേണ്ട സിഫത്തല്ല. എല്ലാ സിഫത്ത് പറഞ്ഞതൊക്കെ എന്തിനാണ്, അത് നമ്മൾ പരിഗണിക്കേണ്ട സിഫത്താണ്. ഈ സിഫത്ത് പരിഗണിക്കേണ്ടാത്ത ഒഴിവാക്കേണ്ട സിഫത്താണ്. അപ്പൊ ഈ തക്രീർ എന്ന് പറഞ്ഞ സിഫത്ത് അഥവാ റാകൾ പെട്ടെന്ന് കുറെ റോ ആവുക ഒരു റോ ഉച്ചരിക്കുമ്പോ അത് ഒഴിവാക്കുക വേണ്ടത്. അതിനുള്ള കാരണം എന്താ വെച്ചാല്, ഒന്നുകിൽ ഈ റോയിന്റെ മഖ്റജിൽ നമ്മൾ കൂടുതൽ അമർത്തുക, നാവിന്റെ തല കൂടുതൽ അമർത്തിയിട്ട് നാവിന്റെ തല കൂടുതൽ ആ തെട്ടിച്ച് അമർത്തിയിട്ട് ഇത് ഉച്ചരിക്കുമ്പോ, ഇതുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കാറ്റ് വരലും കൂടെ ആകുമ്പോ പിന്നെ ഈ നാവിന്റെ തലേനെ കെടുത്തിയിട്ട് ഇങ്ങനെ പടക്കല് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ മതി, അല്ലെ എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ കൂടുതൽ അമർത്തരുത്. എന്നാൽ ചെറുതായിട്ട് അതിങ്ങനെ കേൾക്കുമാണ്. എന്നുള്ള ശബ്ദം വല്ലാതെ കേൾക്കരുത്. എന്ന് പറഞ്ഞ മതി. അതേ സമയത്ത് റോ ഉച്ചരിക്കുമ്പോ ആ നാവിന്റെ തല മേലെ തട്ടിക്കാതെ ഇങ്ങനെ അണ്ണാക്കിക്കോ എവിടെ തട്ടാതെ അറഹ്മാനിന്നോ അങ്ങനെ ഒന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവരുത്, എവിടെ തട്ടാതെ. അതേസമയത്ത് കുറെ ഉള്ളിലേക്ക് പോയിട്ട് അറഹ്മാൻ തെട്ടിച്ചിട്ടാണെങ്കിലും കുറെ ഉൾഭാഗത്തേക്ക് തെട്ടിച്ചിട്ടാണെങ്കിലും അപ്പോഴൊക്കെ ശബ്ദത്തിന് വ്യത്യാസം വരും. അങ്ങനെയൊന്നും ഉച്ചരിക്കാൻ പാടില്ല. അങ്ങനെ ഉച്ചരിച്ചിട്ടുണ്ട് റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലമീൻ റബ്ബ് എന്നുള്ള അള്ളാഹ് എന്നുള്ള ആ അർത്ഥത്തിൽ ആ റബ്ബാവൂല, അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന ആ വാക്കാവൂല. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം പറയാം, അങ്ങനത്തെ ഒരു വാക്കേന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഈ റോയിന്റെ കാര്യത്തിൽ അതാണ് ശ്രദ്ധിക്കണം. അതാണ് തക്രീർ എന്ന് പറഞ്ഞത്, അത് ഒഴിവാക്കേണ്ട സിഫത്താണ്. തഫഷി ഷീനിന്റെ സിഫത്താണ് തഫഷി. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഈ തഫഷി എന്ന് പറഞ്ഞാൽ ഷീ എന്ന് പറഞ്ഞാല് എന്താ സംഭവം, നമ്മള് അഷ് അഷ് എന്ന് പറയുമ്പോ ഉണ്ടാകുന്ന കാറ്റുണ്ടല്ലോ, അഷ് അഷ്, ഈ അപ്പുണ്ടാകുന്ന ആ കാറ്റ് എന്താവണം, ആ കാറ്റ് നമ്മുടെ അങ്ങനെ ശരിക്കുള്ള ഒരു ഷീന് ഉച്ചരിക്കുന്ന സമയത്ത്, അഷ് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ നടു മേലെ ആ നാക്കിന്റെ എത്തുക്ക് ഇങ്ങനെ പോയി നിന്നിട്ടുണ്ടാവും. ഈ നടു ഒഴിച്ചിട്ട് മുന്നിക്കുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അഷ് അഷ് എന്ന് പറയുമ്പോ നാവിന്റെ ഈ തലയും അപ്പൊ നാവിന്റെ തലന്റെ അതുവരെ എത്തുന്ന ആ സ്ഥലങ്ങളും അടിഭാഗമൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ നാവിന്റെ ഭാഗങ്ങൾ അതൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയും തട്ടാത്ത അഷ് 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 ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എവിടെ അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല ബാക്കി ഭാഗം. നാവിന്റെ നടുവ് കഴിച്ചിട്ട് ബാക്കി മുന്നിക്കുള്ള ഭാഗമൊന്നും എവിടെയും ടച്ച് ആയിട്ടുണ്ട്. ആ സമയത്ത് അഷ് എന്ന് പറയുമ്പോഴും നാം അതിന് മാറ്റം വരൂട്ട. നമ്മൾ സാധാരണഗതിയിൽ വശംസി എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സംഗതിയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അതൊന്ന്, അഥവാ നാവിന്റെ നടുകൊണ്ടിട്ട് നമ്മളിങ്ങനെ ഉച്ചരിക്കും ഈ ശരിക്കുള്ള
ഹലോ, ശബ്ദം കേൾക്കാണ്ടോ? എന്റെ ശബ്ദം കേൾക്കാല്ലേ? വേറെ ഒരു പാട്ട് എവിടുന്നപ്പോ വരണേ? എന്റെ ഊഫറിൽ റേഡിയോ ഓൺ ആയിക്കണോ കേട്ടാ? എന്തോ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഇപ്പൊ കേൾക്കാണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ തഫഷി എന്ന് നമ്മൾ പറയുമ്പോഴേ, അപ്പൊ ഈ അഷ് എന്ന് പറയുമ്പോഴുള്ള കാറ്റ്, ഒന്ന് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് അഷ് എന്നുള്ള ആ കാറ്റ് വരുന്നത് അത് നമ്മൾ അഷ് എന്ന് ഉച്ചരിക്കുമ്പോ നാവിന്റെ നടുമേലെ അണ്ണാക്കിൽ തെറ്റിച്ചിട്ടായിരിക്കണം. അത് നടുകൊണ്ട് തന്നെ ആയിരിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ വേണ്ടത്ര നടുകൊണ്ടാകുന്നില്ല, കുറെ മുന്നേക്ക് വന്നിട്ട്. അതൊന്ന്. പിന്നെ അങ്ങനെ ഇപ്പൊ നമ്മൾ നടുകൊണ്ട് തന്നെ ഉച്ചരിക്കുന്ന സമയത്ത് അഷ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ നാവിന്റെ നടു കയറ്റുന്ന മുന്നിലുള്ള ഭാഗങ്ങൾ, അതിന്റെ നാവിന്റെ അടിഭാഗം, ആ ഭാഗത്തൊന്നും എവിടെയും തെറ്റാത്ത ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണ മാതിരി, എവിടെയും വേറെ എവിടെയും തെറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അങ്ങനെ നിൽക്കണ മാതിരി ഉണ്ടാവും. അതിന്റെ പുറമെ അയൽക്കും വലിയ തഫഷി എന്നുള്ള ഈ സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കുമ്പോ അഷ് എന്ന് പറയുമ്പോൾ ആ കാറ്റ്, ഈ കാറ്റ് നമ്മുടെ അടിയത്തെ പല്ലിന്റെ ഉൾഭാഗത്ത്, മേലത്തെ പല്ലിന്റെ ഉൾഭാഗത്ത്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇങ്ങനെ വ്യാപിക്കണം. അഷ് 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 എന്നപ്പോ ശരിക്കും പറഞ്ഞൊക്കെ നാവിന്റെ നടുകൊണ്ട് തന്നെ ഉച്ചരിക്കുന്ന സമയത്ത് ഈ കാറ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ അടിയത്തെ മുൻപല്ലിന്റെ ഉൾഭാഗത്തുള്ള പറഞ്ഞ ആ ഭാഗത്തൊക്കെ തെട്ടണാണ്, മേലത്തെ പല്ലിന്റെ ഉൾഭാഗത്തും തെട്ടണാണ്. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തെട്ടിയിട്ടാണ് ഇത് പുറത്തേക്കോട്ട് പോവുക. മനസ്സിലായില്ല? അവിടെയാണ് ഇതിന്റെ കാര്യം കിടക്കുന്നത്. അങ്ങനെ തെറ്റിച്ചിട്ടായിരിക്കണം ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ അതിന് തഫഷി എന്ന സിഫത്ത്. അതിന്റെ മറ്റൊരർത്ഥം അങ്ങനെ തെറ്റിച്ചിട്ടൊക്കെ ആവുമ്പോഴുള്ളൂ ഇതിന്റെ ശരിക്കുള്ള ശബ്ദം വരിക എന്നർത്ഥം, ഷീനിന്റെ. അതേസമയത്ത് നമ്മൾ സാധാരണ പറഞ്ഞ വശംസി എന്ന് പറഞ്ഞാൽ വശംസി വശംസി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്കൊന്നും വശംസി എന്ന് പറയുമ്പോൾ ശരിക്ക് നാവിന്റെ അടിയത്തെ മുൻപല്ലിന്റെ ഉള്ളിലൊന്നും ഈ കാറ്റ് തെട്ടുന്നില്ല. വശംസി എന്ന് നേരെ ഈ നാവിന്റെ നടും മേലെ അണ്ണാക്കും അല്ലാതെ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ് ശീലിച്ച നിലക്ക് നാവിന്റെ നടുക്ക എത്താതെ കുറെ മുന്നിട്ട് വരികയാണെങ്കിൽ പിന്നെന്താണ് അത് വശംസി എന്ന് പറയുമ്പോൾ നാവിന്റെ തല പിന്നെ ഈ മേലത്തെ അടിയത്തെ മുൻപല്ലിന്റെ ആ സീനിന്റെ മഹ്റജിൽ വന്ന് കിടക്കണാണ് പിന്നെ. അപ്പൊ എന്താ, ഷീനിന്റെ മഹ്റജിൽ വന്നിട്ട് നാവിന്റെ തല വന്ന് തെറ്റിയാല് ഈ നാവ് ഈ പിന്നെ അടിയത്തെ മുൻപല്ലിന്റെ ഉൾഭാഗത്തേക്കൊക്കെ ഷീൻ ഉച്ചരിക്കുമ്പോ ആ കാറ്റ് തട്ടണം എന്ന് പറഞ്ഞതിന് സാധിക്കൂല. കാരണം എന്താണ്, ഈ സീനിൻ അടിയത്തെ മുൻപല്ലിന്റെ ഉൾഭാഗത്തൊക്കെ നാവിന്റെ തല വന്നിട്ട് അതിന് തടസ്സം ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ സാധാരണ ഉച്ചരിക്കുന്ന വശംസി, അല്ലെ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലാണെങ്കിൽ ഉണ്ടാവുക വശംസി എന്ന് പറഞ്ഞാൽ വശംസി. അപ്പൊ നമ്മൾ നാവിന്റെ തല എന്തായിക്കാരോ ഈ അടിയത്തെ മുൻപല്ലിന്റെ ഉള്ളിൽ വന്നിട്ട് അവിടെ തെറ്റിണ്ടാവും. തെറ്റിയ പിന്നെ അവിടെ പിന്നെ നാവുമ്മ കൂടെ കാറ്റോട് പുറത്തു പോകാന്നല്ലാതെ പല്ലുമ്മലേക്ക് തെറ്റൂല. ചുരുക്കി പറഞ്ഞാല് തഫഷി എന്ന് പറഞ്ഞത് പറയുമ്പോ തന്നെ ആ തഫഷി കൊണ്ട് വരണം. അത് വരുന്നത് ഈ അക്ഷരം പുറപ്പെടുവിക്കുമ്പോണ്ടാണ് ആ കാറ്റ് നമ്മളെ മേലത്തെ മുൻപല്ലിന്റെ ഉൾഭാഗത്തും അടിയത്തെ മുൻപല്ലിന്റെ ഉൾഭാഗത്തും അങ്ങനെയുള്ള അവിടെയുള്ള ആ ഭാഗങ്ങളൊക്കെ വശംസി എന്ന് പറഞ്ഞാൽ അമാര് നാവിന്റെ അടിയത്തെ മുൻപല്ലിന്റെ ഉൾഭാഗത്ത് കഴിച്ചിട്ട് പിന്നെ താഴത്തുള്ള ആ ഉമിനീരൊക്കെ ഉണ്ടാകുന്ന ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ തെട്ടും. അവിടെയൊക്കെ കൂടി ഇങ്ങനെ പരന്നിട്ട് പിന്നെ ഉള്ളിൽ പുറത്തേക്കോട് പോകും. ആ കാറ്റ് അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ പരന്നിട്ട് എല്ലായിടത്തും ഒന്ന് തെട്ടിയിട്ട് ആണ് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയാണ്, അതിനാണ് അങ്ങനെയൊക്കെ ഉച്ചരിക്കണേനാണ് ഈ തഫഷി. അങ്ങനെയൊക്കെ ഉച്ചരിക്കണാണ് തഫഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെയൊക്കെയാണ് ഉച്ചരിക്കേണ്ടത്. ആ തഫഷി എന്ന എന്ത് അർത്ഥത്തിന് സൂചിപ്പിച്ചോ ആ അർത്ഥത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അങ്ങനെ ഉച്ചരിക്കുമ്പോ നാവിന്റെ നടു തന്നെ ആയിരിക്കണം തട്ടിക്കേണ്ടത്, മേലെ നാക്കി തട്ടിക്കേണ്ടത്. അപ്പോഴുള്ളൂ നാവിന്റെ നടു കഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തിനൊക്കെ നാവുമലും അതുപോലെ തന്നെ അടിയത്തെ മുൻപല്ലിന്റെ അവളുടെ ഉൾഭാഗത്തും ആ ഭാഗങ്ങളിലും മേലെ മുൻപല്ലിന്റെ ഉൾഭാഗത്തൊക്കെ ഈ കാറ്റിങ്ങനെ പരന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുക.
അതിനെ സൂചിപ്പിക്കാനാണ്. അതാണ് ഈ തഫഷി എന്ന് പറയുന്ന സിഫത്ത്. ആ സിഫത്ത് ആവണമെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാല് നാവിന്റെ നടു മേലെ കണ്ണാക്കി തെറ്റിച്ചിട്ട് തന്നെ ആണ് ഉച്ചരിക്കേണ്ടത്. അതേ സമയത്ത് നമ്മൾ ഉച്ചരിക്കണ മാതിരിത്തെ ഒരവസ്ഥയിൽ സാധാരണ ശ്രദ്ധിക്കാതെ ഉച്ചരിക്കണ മാതിരിയാണെങ്കിൽ ഈ സിഫത്ത് അവിടെ ഉണ്ടാവൂല. അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കാം. എന്ന് പറഞ്ഞ അവന്റെ നടുവനായിട്ട് ഇങ്ങനെ പറയുമ്പോ വഷ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാറിയാം. ആ കാറ്റിങ്ങനെ നേരെ ഒന്ന് പുറത്തേക്ക് പോരല്ലേ ചെയ്യണത്. ആ അടിയിലൊക്കെ ഇങ്ങനെ തെറ്റിയിട്ട് ഉണ്ടല്ലോ, കാറ്റിങ്ങനെ വന്നിട്ട് ചുമരുമേൽക്കൊണ്ട് അടിച്ചിട്ട് ഇങ്ങനെ റിട്ടേൺ വരണൊക്കെ ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരവസ്ഥ അങ്ങനെ ഈ വലിയ 2 ബിൽഡിങ്ങുകൾ നിൽക്കണം, അതിന്റെ ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര കാറ്റുണ്ടാവും. അപ്പൊ അവിടെ കൂടെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നല്ല കല്ലോടത്തും കാറ്റൊക്കെ തെറ്റിട്ട് വശംസി, അത് വശംസി എന്ന് പറഞ്ഞാൽ ഉണ്ടാവൂല. അതുകൊണ്ട് നാവിന്റെ നടുവിനെ തന്നെ ആക്കുക എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ ലീൻ എന്ന് പറഞ്ഞാല് വാവ് യാ സുക്കൂനായി വരണം, പിന്നെ അതിന്റെ മുമ്പ് ഫത്ഹ് ആവണം, അപ്പോഴാണല്ലോ ലീനാവല്. ഹൗഫ് എന്നൊക്കെ പറയണ മാതിരി. അതുപോലെ തന്നെ സൈഫ്, ഹൗഫ് എന്ന് പറഞ്ഞാൽ ലീൻ എന്ന് പറഞ്ഞാൽ ഇവരെ ഒരു വിഷമില്ലാതെ വളരെ എളുപ്പത്തിൽ അത് ഉച്ചരിക്കാൻ സാധിക്കും. ഇത് വളരെ എളുപ്പത്തിൽ അത് ഉച്ചരിക്കാൻ സാധിക്കും. ഹൗഫ്, സൈഫ്, അങ്ങനെയല്ല. അതായത് ആ ഹൗഫ് എന്ന് പറഞ്ഞാൽ ആ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള ആ ശബ്ദം ഹൗഫ് ഒരു വാവിന്റെ ശബ്ദമായിരിക്കും. സൈഫ് സ എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു യാന്റെ ശബ്ദമായിരിക്കും. ഈ ബൊമ്മ ഇട്ടുള്ള അക്ഷരത്തിന് ഹൂ എന്ന് പറഞ്ഞാല് അത് ഹൂ എന്ന് പറയുമ്പോ എന്താണ് വാവാണ് ഇട്ടുന്നത്. അത് ബൊമ്മിന് നീട്ടാൻ വേണ്ടി. പക്ഷെ അവിടെ വാവിന്റെ ശബ്ദമല്ല വരിക. ഹൂ അവിടെ വാവിന്റെ ശബ്ദമല്ല വരിക. മനസ്സിലായ? ഇവിടെ ഈ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ എന്നിനാണോ ഫത്ഹ ഉള്ളത് അഥവാ വാവ് യാ സുക്കൂനാകുക, അതിന്റെ മുമ്പുള്ളത് ഫത്ഹ ആവുക. ആ ഫത്ഹയില് ഉദാഹരണം പറയുന്നത് ഹൗഫ്, അഹ എന്നത് കഴിഞ്ഞാല് അഹ എന്ന ഫത്ഹുള്ള ഖാഇനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വാവിന്റെ ഹൗഫ്, ഹൗഫ്. പിന്നെ സൈഫ്. ഇവിടെ വിഷയം എന്ന് വെച്ചാൽ ഇത് ലീൻ എന്ന സിഫത്ത് അതിന് വന്നത് ഇങ്ങനത്തെ ആർക്കും വളരെ ഈസി ആയിട്ട് ഉച്ചരിക്കാൻ സാധിക്കുക. ഈ ലീൻ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളത് തന്നെ അതിന്റെ അർത്ഥം. ലയ്യൻ വളരെ എളുപ്പത്തിലൊക്കെ ഉച്ചരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതങ്ങനെ. ഇസ്തിത്വാലത്ത് നമ്മൾ പറഞ്ഞു. ഇസ്തിത്വാലത്ത് എന്നുള്ളത് ദ്വാദിന് മാത്രമുള്ള സിഫത്താണ്. അതിനി പറയണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദ്വാദിന് മാത്രമുള്ള ഇസ്തിത്വാല എന്നുള്ള സിഫത്ത്, ദ്വാ എന്ന അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്ന നാവിന്റെ 2 സൈഡ് അണപ്പൽ, അല്ലെങ്കിൽ ഒരു സൈഡ് അണപ്പലുള്ളൂ ചേർത്തിട്ട് പിന്നെയും പറയാണ് 2 സൈഡും കൂടി ഉച്ചരിക്കുമ്പോഴാണ് എളുപ്പം കിട്ടുക. ബോ 2 സൈഡും കൂടി നാവിന്റെ 2 സൈഡ് മേലെ 2 സൈഡിലുള്ള അണപ്പലുകൾക്ക് ചേർത്തിട്ട് നാവിന്റെ തല നമ്മൾ ലാമൊക്കെ ഉച്ചരിക്കാൻ ആ ഭാഗത്തേക്ക് തെട്ടിച്ചിട്ട് എന്ന് പറയുമ്പോ എന്ത് ചെയ്യുന്നു? നാവിന്റെ 2 സൈഡും മേലെ അണപ്പല്ലോട് ചേർത്തിട്ടുണ്ടാവും. ഒന്നുകൂടെ അമർത്തി പിടിക്കണം. എന്നിട്ട് നാവിന്റെ തല മേലെ അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടാവും. അങ്ങനെ തെറ്റി അത് അമർത്താൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് അമർത്താൻ പാടില്ല. അമർത്തി പിടിച്ചാല് ഈ അക്ഷരം പുറപ്പെടുവിക്കാൻ വെക്കൂല. അമർത്തി അങ്ങനെ അങ്ങനെ നിൽക്കുള്ളൂ. അമർത്താൻ പാടില്ല. അമർത്തിയ ഈ അക്ഷരം പുറപ്പെടില്ല, ശബ്ദം പുറപ്പെടില്ല. അപ്പോ അണപ്പല്ലുകളോട് 2 സൈഡും ചേർത്തു. നാവിന്റെ തല മേലെ തെറ്റിച്ചിങ്ങനെ വെക്കുക. എങ്ങനെ തെറ്റിക്കുക? ഈ ഉള്ളുന്ന് വരുന്ന കാറ്റ് താൽക്കാലികമായിട്ട് അവിടെ നിൽക്കണം. വരുന്ന അതേമാതിരി പുറത്തേക്ക് പോവാതെ കുറച്ച് സമയം അവിടെ നിറയാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം. അതായത് ഈ നാവിന്റെ മേലെ അണ്ണാക്കിന്റെ ഇടയിൽ ഈ കാറ്റ് ഇങ്ങനെ നിറയണം. നിറയുന്ന അവസ്ഥയിലുള്ള ഒരു നാവ് മേലെ തെറ്റിക്കലാണ് പറ്റുള്ളൂ. മേലങ്ങനെ തെറ്റിയിട്ട് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് കാറ്റ് പുറത്തുകൂടെ പോകാൻ പറ്റൂല. നിറയുന്നവരെങ്ങനെ കാത്തു നിൽക്കണം. അത് അമർത്തൽ കൂടിയാലോ എത്ര നിറഞ്ഞാലും പിന്നെ പോവില്ല. അങ്ങനെയല്ല ഉണ്ടാകുക. അതേ സമയത്ത് അങ്ങനെ ആവരുത്. നല്ല വന്ന് നിറഞ്ഞ ഈ കാറ്റിനെ നാവിനെ നീക്കാൻ വെക്കുന്ന നിലക്കുള്ള ഒരു
മേലെ തെറ്റിക്കൽ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ തെറ്റിക്കൽ. അപ്പൊ അങ്ങനെ പറയുമ്പോ അത് കാറ്റ് ഇങ്ങനെ നിറഞ്ഞിട്ട് പിന്നെ ഈ നാവിന്റെ തലനെ ഈ കാറ്റ് പുറത്ത് കണ്ട് മുന്നിക്കൊണ്ട് ഇങ്ങോട്ട് മെല്ലെ നീക്കും. അപ്പോഴാണ് ഈ കാറ്റ് നിറഞ്ഞ കാറ്റ് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് പുറത്തുകൾ പോകും. അപ്പോഴാണ് ഈ നാവിന്റെ ഇങ്ങനെ കാറ്റ് നിറയുമ്പോ നാവിന്റെ തലനെ ഈ കാറ്റ് ഇങ്ങനെ മുന്നിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആ ഒരു സംഭവത്തിനാണ് ഇത്രയാന്നും കൂടി പറയുന്നത്. ഇത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തവിൽ കാണുന്നത് ആയാലും നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോ അതിനാണ് എന്ത് ഇസ്തിഖാലത്ത് എന്ന് പറഞ്ഞ ദ്വാദിന് മാത്രമുള്ള പ്രത്യേകതയാണ്. വേറൊരു ഹർഫിന് അതില്ല. ഇങ്ങനത്തെ ഒരു ഉച്ചാരണം വേറൊരു അക്ഷരവും ഇല്ലാണ്. ഇങ്ങനെ ഒരു നാവിന് ഒരു പുറത്ത് ഇങ്ങനത്തെ. അപ്പൊ ഈ ദ്വാദിന് മാത്രമുള്ള സിഫത്താണത്. ഇതാണ് സംഭവം. പരപ്രാവശ്യം പറഞ്ഞതാണ്. ആരെങ്കിലും ഇല്ലാത്തവർ ഇപ്പൊ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ സിഫത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ കരുത പിന്നെ പറയാനുള്ളതല്ലത്. അത് നമ്മൾ ഉച്ചാരണത്തിൽ അത് ഉൾക്കൊള്ളാനുള്ളതാണ്. അപ്പോ ഈ ബോധം ഉച്ചരിക്കുമ്പോ അങ്ങനെയൊക്കെയുള്ള സിഫത്തുകളൊക്കെ ഇങ്ങനെ വെത്തിയിട്ടായിരിക്കണം ഉച്ചാരണം വേണ്ടത്. അങ്ങനെ പറയുമ്പോ ലാ എന്ന് പറയുമ്പോ എന്താവും? ഈ സിഫത്തൊന്നും ഉണ്ടാവില്ല. ലറബ എന്ന് പറഞ്ഞാലും വലല്ലാലി മൗലൂബി എന്നൊക്കെ പറയുമ്പോ ഇങ്ങനത്തെ സിഫത്തൊന്നും വരണില്ല. ഇസ്തിഖാലത്ത് എന്ന് പറഞ്ഞ സംഭവേ അവിടെ ഉണ്ടാകണില്ല. അണപ്പല്ലുകളോടൊന്നും ശരിക്ക് ചേർത്തിട്ടല്ലേനും അതൊക്കെ അണപ്പല്ലുകളോട് ചേർത്തിട്ട് എന്നൊക്കെ പറയാണ്. അല്ലാതെ ശരിക്കും അരു നീളത്തിലൊന്നും അപ്പൊ അണപ്പല്ലുകളിൽ ചേരുന്നുണ്ടാവില്ല. സാധാരണ നമുക്ക് തന്നെ മനസ്സിലായി. നമ്മളൊക്കെ പഠിച്ചപ്പോ എങ്ങനെയാണ് നാട്ടിൽ നിന്നും പിന്നെ മൗലൂബി എന്ന് പറയുമ്പോ എന്താണ് മൗലൂബി എന്ന് പറയാൻ വേണ്ടി പഠിക്കുന്നിട്ട് നാവിന്റെ തല അങ്ങോട്ട് ഒന്നിട്ട് വളച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് സൈഡിക്കൊണ്ട് കൊണ്ടുപോകും. നാവിന്റെ തല അങ്ങോട്ട് വളക്കുക പറയാൻ വേണ്ടി മൗലൂ എന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവല്. ഏതായാലും നാവിന്റെ ഒരു നീളത്തിൽ അണപ്പല്ലുകളോട് ചേർത്ത് നാവിന്റെ രണ്ട് അരുവാണ് നീളത്തിൽ ഒന്ന് ഒരു വലത്തെ ഭാഗം ഒറ്റക്കോ ഒക്കെ ഇടത്തെ ഭാഗത്ത് ഒറ്റക്കോ ഒക്കെ ഉള്ളതായിട്ട് പറയാന്ന് മാത്രം. എന്നാലും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നാവിന്റെ രണ്ട് സൈഡും കൂടി അണപ്പല്ലുകൂടെ മേലക്കെടുത്ത് ചേർത്തിട്ട് നാവിന്റെ തല ഈ ഇല്ലാന്നൊക്കെ ഉച്ചരിക്കുന്ന ആ ഭാഗത്തെടുത്ത് ചെട്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ കാറ്റ് ഉള്ളുന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോ അങ്ങനെ ഇതിന്റെ ഇടയിൽ പിന്നെ കാറ്റിന് പോകാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഈ നാവിന്റെ അണ്ണാക്കിന്റെ ഇടയിൽ കാറ്റ് ഇങ്ങനെ നിറയും. അങ്ങനെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാവിന്റെ തല മേലെ ഇങ്ങനെ തെട്ടിച്ചിട്ടുള്ളൂ, അമർത്തി പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അമർത്തി പിടിച്ചിട്ടില്ല. അങ്ങനെ പിടിക്കാത്ത അമർത്താത്ത ഇങ്ങനെ തെട്ടിച്ച ഒരവസ്ഥയിലാകുമ്പോ കാറ്റ് ഇതിലിങ്ങനെ നിറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ നാവിന്റെ തലനെ ഈ കാറ്റട് മുന്നിക്കട് നീക്കും. അങ്ങനെ നീക്കിയാ പിന്നെന്താ ഈ കാറ്റ് പുറത്തേക്ക് അങ്ങോട്ട് പോരറ്റ പോക്ക്. അപ്പോഴാണ് എന്ന ശബ്ദം ഉണ്ടാകുക. ബോ എന്ന ശബ്ദം അങ്ങനെയാണ്. അങ്ങനെ ശരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ വലോ എന്നൊക്കെ പറയണത്. അങ്ങനെയാണ് അത് പറയേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ശബ്ദം. അപ്പൊ അത് പിന്നുള്ളത് ഉന്നത്ത് പിന്നെ മണിക്കുമ്പോ തരിമൂക്കു കൂടെ വരുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉന്നത്ത് തരിമൂക്കു കൂടെയാണ് വരുന്നത്. ഇൻഹെറാഫ് എന്ന് പറഞ്ഞ ശബ്ദം. ഇൻഹെറാഫ് ഒരു സിഫത്താണ്. 8ാമത്തെ സിഫത്ത് ഇൻഹെറാഫ്. ഇൻഹെറാഫ് എന്ന് പറഞ്ഞാല് ലാമിനും റായിനും ഉള്ള സിഫത്താണ് ഈ ഇൻഹെറാഫ് എന്ന സിഫത്ത്. അത് എന്താ സംഭവിച്ചാല് നമ്മൾ ലാമ് പറയുമ്പോ നാവിന്റെ തല ഇങ്ങനെ ആ ലാമിന്റെ ഇതിൽ ലാം നൂന് റ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തെറ്റിക്കണില്ല. നമ്മളാ മേലെ മുൻപല്ലിന്റെ ഉള്ളത്തെ ഊനല്ല അതിന്റെ അപ്പുറത്ത് അങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ തെറ്റിക്കും. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഒരു ചുളിവുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ തെറ്റിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ അല്ല അൽ എന്ന് പറയുമ്പോ നമ്മുടെ നാവിന്റെ തല മേലെ തൊട്ടുണ്ട് അല്ലെ. അങ്ങനെ അല്ല എന്ന് പറയും. അല്ല എന്ന് പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ അൽ എന്ന് പറഞ്ഞു നോക്കി. അൽ നാവിന്റെ തല ഇങ്ങനെ നമ്മളിപ്പോ കൈപ്പറ്റി നാവായി സങ്കല്പിക്കുക. കൈപ്പറ്റി നാവായിട്ട് ഇങ്ങനെ വിരലുകളൊക്കെ ഇങ്ങനെ അടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കൈപ്പറ്റി നാവായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ നമ്മളതിലത്തെ ഈ 3 വിരല് നടുവത്തെ ചെറുവിരലും തള്ളവിരലും അല്ലാത്ത ബാക്കി 3 വിരലിങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്ത് തെറ്റിക്കുന്നുണ്ട് വിചാരിച്ചോളി, സങ്കല്പിച്ചോളി. അങ്ങനെ സങ്കല്പിച്ച് ഈ 3 വിരലും അവിടെ തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ തെറ്റിക്കുമ്പോ ഈ 3 വിരലിന്റെ ആ സ്ഥലത്ത് കൂടെ പിന്നെ ആ കാറ്റ് ഇത് ഉച്ചരിക്കുമ്പോ കാറ്റ് പോകില്ല. എന്നാലോ അതിന്റെ ബാക്കിയുള്ള ഭാഗം ഈ 3 വിരലും നടുവത്തി ചെറുവിരലും തള്ളവിരലും അല്ലാത്ത ബാക്കി 3 വിരലും മേലെ തെറ്റിച്ചാൽ പിന്നെ സൈഡ് ഭാഗം, ഈ സൈഡ് ഭാഗത്ത് കൂടെയാണ് എന്ത് ചെയ്യുക? ഈ ശബ്ദം പുറപ്പെടുക. അൽ ശ്രദ്ധിച്ചോക്കാണ്. അൽ
ഇങ്ങനെ ഈ ലാമിനെ ഉച്ചരിക്കുമ്പോ അങ്ങനെ സൈഡ് ഭാഗത്ത് കൂടെയാണ് ഈ ശബ്ദത്തെ പുറപ്പെടുക. അതിനാണ് ഇൻഹിറാഫ് എന്ന് പറഞ്ഞത്. അതാണ് സംഭവം ഇൻഹിറാഫ് എന്ന് പറഞ്ഞത്. കുട്ടികൾ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനാണ് ഈ പറഞ്ഞത്. കുട്ടികൾ മദ്രസത്തെ കുട്ടികൾ ചോദിക്കും ഇൻഹിറാഫ് എന്നൊക്കെ ഉണ്ടല്ലോ, എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടാ മതി. നമ്മൾ ലാമ് പറയുമ്പോൾ നാവിന്റെ തല ഇങ്ങനെ മേലെ തെറ്റിയാലും സൈഡ് കൂടെയാണ് പിന്നെ ആ കാറ്റ് പുറപ്പെടുന്നത്. ഈ അക്ഷരം ഓരോ അക്ഷരം പുറപ്പെടുമ്പോൾ അതിന്റെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തു പോവുമല്ലോ. അപ്പൊ ഈ രണ്ട് സൈഡ് കൂടെയാണ് ആ ശബ്ദം പുറത്തു. നമുക്ക് തന്നെ മനസ്സിലാക്കാം. നമ്മള് പറഞ്ഞു നോക്കിയാൽ മതി. അൽ അല്ല എന്നൊക്കെ പറയുമ്പോ അൽ അൽ കണ്ടില്ലേ, അതിന്റെ രണ്ട് സൈഡ് കൂടെയാണ്. എന്നാല് അപ്പൊ അതങ്ങനെയാണ്. അപ്പൊ ഇതേ സിഫത്ത് തന്നെ റാഇനുണ്ട്. റാഇന് ഈ സിഫത്ത് ഉണ്ട്. റാഇന് അങ്ങനെ റാ എന്ന് ഉച്ചരിക്കുമ്പോ നമ്മൾ ഈ പറഞ്ഞ മാറ്റം ഈ സൈഡ് കൂടെ അല്ല പോവാ. റാ ഉച്ചരിക്കുമ്പോൾ നമ്മൾ നാവിന്റെ തല റാഇന്റേതായ സ്ഥലത്ത് തെറ്റിക്കണം. പക്ഷെ സൈഡ് കൂടെ അല്ല പോവാ. പിന്നെ എങ്ങനെ പോകേണ്ടത് ആ തെറ്റിച്ചതിന്റെ ആ നടുവ് കൂടെ. അപ്പൊ നമ്മള് കൈപ്പത്തി നാവായി സങ്കല്പിച്ചു. അതിന്റെ ചെറിയ വിരലും തള്ളവിരലും ഒഴിവാക്കി 3 വിരല് നമ്മൾ ഉണ്ടാക്കി. പിന്നെ മേലെ തെറ്റിച്ചു. ആ നടുവിരലുണ്ടല്ലേ, ആ നടുവിരലിന്റെ നിൽക്കുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പട് കൊടുക്കുക. അപ്പൊ കണ്ടില്ലേ, അങ്ങനെയാണ്. അപ്പൊ ആ ഇടയിൽ കൂടെ തന്നെ ആ കാറ്റിനെ പറഞ്ഞേക്കണം. അഥവാ നമ്മള് നാവിന്റെ തല ഇങ്ങനെ മേലെ തെട്ടണ്, എന്നിട്ട് നടുവിലൊരു ഗ്യാപ്പട് കൊടുക്കണം. ഏതുപോലെ കൈപ്പത്തി നാവാക്കി സങ്കല്പിച്ച് 3 നടുവത്തെ ചെറുവിരലും തള്ളവിരലും അല്ലാത്ത 3 വിരല്, ബാക്കിയുള്ള 3 വിരല് മേലെ ഇങ്ങനെ തെറ്റിക്കണേ. എന്നിട്ട് ആ നടുവിരലിന്റെ അതേ കൂടെ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച അതിന്റെ ഇടയിൽ കൂടെ ഈ കാറ്റിനെ പറഞ്ഞേക്കുന്ന ഒരവസ്ഥ മനസ്സിലെ. അപ്പൊ അതാണ് സിഫത്തുകളൊക്കെ പറഞ്ഞ കൂടി ഇൻഹിറാഫ് എന്നിങ്ങനെ കേട്ടാല് ഇതാണ് സംഭവം എന്നാണ് മനസ്സിലാക്കിയാൽ മതി. സംഭവം മനസ്സിലാക്കുക മാത്രമല്ല അതിന്റെ പുറമെ നമ്മളെ മെയിൻ ഉദ്ദേശം എന്താണ്, അങ്ങനെ ആയിരിക്കണം ഈ ഹർഫ് ഉച്ചരിക്കേണ്ടത് എന്നാണ് സംഭവം. മനസ്സിലായില്ലേ? തസ്ഫീർ, ഖൽഖല, തക്രീർ, തഫശ്ശി ഒക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ലീൻ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും സാധിക്കണാണ്. തഫശ്ശി എന്നുള്ള സിഫത്തൊക്കെ നമ്മൾ ശരിക്കും അത് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ആക്കണം. ഇസ്തിതാല അതിന്റെ അപ്പുറമാണ്. അതാണ് വലിയ വിഷമമുള്ളത്. ഉന്നത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണതാണ്. അന്ന എന്നൊക്കെ പറയുമ്പോ തരിമോക്ക് കൂടെ തന്നെയാണ് വരിക എന്നുള്ളത്. അങ്ങനെ തന്നെ ആക്കണം കേട്ടോ. ഇൻഹിറാഫ് ഈ പറഞ്ഞതുമാണ്. അപ്പൊ സിഫത്തുകൾ എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ഇതോടെ സിഫത്തുകൾ കഴിഞ്ഞിക്കണം. ഇനി നമുക്ക് അതിൽ പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾ ഇസ്തിഅലാഇന്റെ ഹർഫുകൾ തഫ്ഖീമാക്കണം എന്ന് പറഞ്ഞു. ആ ഇസ്തിഅലാഇന്റെ ഹർഫുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തില് റാ പെട്ടിട്ടില്ല, റാഇനായിൽ പെട്ടിട്ടില്ല. പക്ഷെ അതിന് തഫ്ഖീം വേണം. അപ്പോ അതിനെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. റാഇനെ എപ്പോഴൊക്കെയാണ് തഫ്ഖീമാക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് തർഖീഖ് ആക്കേണ്ടത്, അതാണ് ഇനി പറയാനുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് നാളെ പറയണം. അപ്പൊ ഈ സംഭവം ഉള്ള ഈ സിഫത്തുകൾ സഫീർ, ഖൽഖല, തക്രീർ, തഫശ്ശി, اللين, الاستطالة, الغنة, الانحراف, ഇത് 8 സിഫത്ത്. ഇങ്ങനത്തെ സിഫത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പുസ്തകത്തിലൊക്കെ നോക്കുമ്പോ ഇനി തജ്വീദൊക്കെ നോക്കിയാൽ മതി. ഇതിപ്പോ അല്ലാത്ത ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ നമ്മളെ ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർമ്മ ഉണ്ടാകുമ്പോ തജ്വീദൊക്കെ പിന്നെ വായിക്കുമ്പോഴൊക്കെ പിന്നെ ഇതൊക്കെ കാണുമ്പോ ഒരു മുൻ പരിചയം ഉണ്ടാവുമല്ലോ, മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. അപ്പൊ തന്നെ ഷിദ്ദത്ത്, അതിന്റെ എതിര് റഖാവ. ഷിദ്ദത്ത് എന്ന് നമ്മൾ വായിക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ കൂടെ ഇങ്ങനെ വരണം, എന്താണ് ഷിദ്ദത്ത്, എങ്ങനെയാണ് ആ വരള്. നമ്മള് നിസ്കാരം എന്നോട് പറയുമ്പോ നമ്മളെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടുണ്ട്, ഉതുണ്ടാക്കണം എന്നിട്ട് തെക്കുബീർ, പിന്നെ പള്ളിയിലായ എവിടുന്നായാലും തെക്കുബീർ കെട്ടി അവിടുന്ന് സലാം വീട്ടുന്നവരുള്ള അങ്ങനെ മനസ്സിൽ കൂടെ പെട്ടെന്നൊരു സെക്കൻഡിലൂടെ പോകുമല്ലോ. അതേമാതിരി ഷിദ്ദത്ത് എന്ന് പറയുമ്പോൾ അതിന് ഇന്ന അക്ഷരങ്ങളാണ്, അതിന് ഇന്ന കാരണത്താലാണ് ഷിദ്ദത്ത് എന്ന് പറഞ്ഞത്. അത് ഉച്ചരിക്കുമ്പോ അതിന്റെ 2 മഖ്റജും കൂടിയിട്ട് ടച്ച് ആകുന്നുണ്ട്. അയ്യോ, റഖാവത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. അത് ഉച്ചരിക്കുമ്പോ ആ ശബ്ദം ഇങ്ങനെ നീണ്ടു പോണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ ആ സംഭവം പെട്ടെന്ന് വരും. അങ്ങനെ മനസ്സിലാക്കിയതിന്റെ പുറമെ അവരുടെ അതിലേക്കൊക്കെ വലിയ വിഷയം ഖുർആൻ ഓതുമ്പോ അതനുസരിച്ച് ഓതുക.
അങ്ങനെ. അപ്പൊ സിഫത്ത് പറഞ്ഞു. ഇനി സിഫത്ത് പറച്ചിൽ എപ്പോഴാണ്? ഇനി ഒരിക്കൽ ഇത് തല തുടങ്ങുമ്പോഴാണ് ഇനി പറയല്. മനസ്സിലായില്ല? അപ്പൊ ഇനി നമുക്ക് പോകാം. ആളുകളൊക്കെ കുറെ കൈക്കൊണ്ടി. അപ്പൊ ഫാത്തിഹ ഓതുക, പിന്നെ ചെറിയ സൂറത്ത് ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ബിസ്മി എന്നുള്ളത് അഊദു ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. എന്നാലും അഊദു അത് ഔദു ആവാതെ അഊദു ആവാതെ അഊദു അഊദു. നമ്മളെ ഭാഗത്തുനിന്നുള്ള ശ്രദ്ധ വരുന്ന പ്രശ്നങ്ങളാപ്പി പറഞ്ഞത്. ചില കുറച്ച് നീണ്ടു വരും. മറ്റതോ ചിലർക്ക് ഐനിന്റെ വേണ്ടമാത്ത ശബ്ദം വരാം ഔദു ആവാ. ചിലത് ഐനിന്റെ ശബ്ദമൊക്കെ ആവും, പക്ഷെ ആ ശബ്ദത്ത് വരാം ആവുക അല്ല അഊദു. പിന്നെ ദു എന്നുള്ളത് സു ആളുണ്ട്, ദു ആളുണ്ട്. ശ്രദ്ധിക്കുക. ദു ബില്ലാഹി. ഈ ബില്ലാഹി എന്നൊക്കെ പറയാ അല്ല എന്നുള്ള ശബ്ദം നമ്മളെ ഭാഗത്ത് നിന്ന് ഉച്ചരിക്കും. ചില ഭാഗത്ത് നിന്നൊക്കെ ബില്ലോഹിന്നോ അങ്ങനെ എന്താ മതി. ബില്ലാ ശരിക്കുള്ള ലാ കൊണ്ട് തന്നെ ഉണ്ടായാൽ മതി. ബില്ലാഹി മിനശ്ശൈത്വാനി. മിനശ്ശൈത്വാൻ ഷീന്ന് പറയുമ്പോ തഫശ് കൊടുത്തത്. മിനശ്ശൈത്വാനി റജീം. ജീമ് പറയുമ്പോ നാവിന്റെ നടുകൊണ്ടാവുക റജീം. അല്ലെങ്കിൽ എന്താവുക
നാവിന്റെ നടുവുണ്ടെങ്കിൽ റജീമാവും. റജീം ജി റജീം ജീം ജന്ന. ബിസ്മി ബിസ്മി ബാ പറയുമ്പോ ബിസ്മി ആവരുത്, ബിസ്മി ആവരുത്. ബാ എന്ന ഹർഫ് ഉച്ചരിക്കുമ്പോ രണ്ട് ചുണ്ട് തമ്മിൽ തെറ്റി അങ്ങനത്തെ അവസ്ഥ തെറ്റിയാ മതി. തട്ടണം പൂർണ്ണമായിട്ടും, പക്ഷെ ആ തട്ടല് സ്ട്രോങ് ആവരുത്. ബിസ്മി ബിസ്മി തെറ്റിയിട്ട് എത്ര കണ്ട് നൈസാക്കിയിട്ട് ഉച്ചരിക്കാൻ സാധിച്ചോ നല്ല. അത് സ്ട്രോങ് ആണ്, ബിസ്മി ആവും. ബിസ്മി ബിസ്മില്ലാഹി, പിന്നെ സീന് വലുതാക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി ഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂടുതൽ നീട്ടിക്കൊണ്ടായാൽ ആളുകൾ കൈ കൂടുതൽ പൊത്തി